ദിവസങ്ങളിൽ ശ്രീയ രജ്ജു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം. ശ്രീയ രജ്ജുവിൻ്റെ ചേർന്ന് നിൽപ്പിൻ്റെ ബയോളജി ഭയങ്കര ഹൃദ്യമാണ്. ശ്രീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നോൺ ക്രിസ്ത്യൻ ലേഡി. അവർക്ക് ആ കുഞ്ഞിന് അധികം വയസ്സില്ല, 22 വയസ്സ് 23 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ തങ്കം പോലുള്ള വാക്കുകളാണ് വായിന്ന് വരുന്നത്. അവരെന്നാ പറയണമെന്നറിയാമോ? അവർ പറഞ്ഞു, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. അതെന്തിനാ അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വീട് പണിയപ്പോൾ മുക്കാലായി. അപ്പോൾ ഇവിടെ പറയണത്, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. ആൾ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥലാണ് എടുത്തെങ്കിലും അവർക്ക് ബോധമുണ്ട് ഇത് കർത്താവിലേക്കാണ് പോകണമെന്നുള്ളത്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ എന്നിട്ട് അവൾ തന്നെത്താൻ പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഈ കർത്താവിന് വേണ്ടി മുറി കൊടുക്കണമെന്ന് അറിയാമോ? ആൾക്കാർ എന്നോട് ചോദിക്കും, ഞാനൊരു നോൺ ക്രിസ്ത്യൻ അല്ലേ, എന്തിനാണ് എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പടം വെച്ചിരിക്കണമെന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ? അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാനാണെന്ന്. എന്തിനാണ്? അപ്പം ഞാൻ കർത്താവിനെ കുറിച്ച് അവരോട് പറയും, ഈ വീട് എനിക്ക് കർത്താവ് തന്നതാണെന്ന്. എന്തൊരു ദൈവസ്നേഹമാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈൻ മനസ്സിലായില്ലേ? എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാർ ചേർന്നങ്ങടെ നിൽക്കണത്. കർത്താവുമായിട്ടങ്ങ് ചേർന്ന് നിൽക്കുകയല്ലേ, സ്നേഹത്തിൽ താൻ ചേർന്ന് നിൽക്കുന്നു. അവൻ എന്നോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാനവനെ മാനിക്കും. സങ്കീർത്തകൻ്റെ വലിയൊരു ദൈവാനുഭവമാണ് ചേർന്ന് നിൽപ്പ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സംഭവം ഈ രക്ഷയും സംരക്ഷണവും വരണത് ചേർന്ന് നിൽപ്പിന്നാണ് വരണത്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അത് അനുഷ്ഠാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരണ്ട അനുഷ്ഠാനങ്ങളും വരണ്ട ആചാരങ്ങളും അനാചാരങ്ങളായി മാറും. ആചാരമില്ലേ? ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ? ഉപ്പിടുമ്പോഴൊരു ആചാരമുണ്ട്, ഉടമ്പടി തൈലം തേക്കുമ്പോഴൊരു ആചാരമുണ്ട്, ഇല്ലേ? ഉടമ്പടി തൈലം എടുത്ത അപ്പം തന്നെ ആചാരം ചെയ്യും. ഈ ആചാരം അർത്ഥമറിയാതെ ചെയ്താൽ എന്ത് പറ്റും? ആചാരത്തിന് എന്ത് പറ്റും? അതിനാണ് അനാചാരം എന്ന് പറയണത്. അർത്ഥമറിയാതെ ആചാരം ഒത്തിരി പേർക്ക് ചെയ്യുവേ, എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കാട്ടിക്കൂട്ടുന്നു. അർത്ഥം അറിയാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താ വിചാരിക്കണത്? പറയണത് അനാചാരം എന്ന് പറയും. ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണമെന്ന് അവർക്ക് ബോധമില്ല. അനാചാരം എന്ന് പറഞ്ഞ ഒരു ആചാരം എന്ന് പറഞ്ഞ ഒരു ബോധമാണ്. അർത്ഥം അറിഞ്ഞ് ചെയ്യണം. ഇപ്പം തന്നെ ഈ ശ്രീജയുടെ കാര്യം തന്നെ എടുത്ത്, ശ്രീജയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാനും വെള്ളമില്ല, തേപ്പിനും വെള്ളമില്ല. കുടിക്കാനും വെള്ളമില്ല അവിടെ. കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്. അത് നമുക്ക് ഒരു 10 ബക്കറ്റ് കിട്ടുമ്പോൾ കിണർ പറ്റിപ്പോകും. 10 ബക്കറ്റ് വെള്ളം കിടക്കുമ്പോൾ കിണർ പറ്റിപ്പോകും, കുടിക്കാൻ പറ്റണില്ല. ഇപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ. അപ്പോൾ കുടിക്കാനും വെള്ളമില്ല, വീട് തേക്കാനും വെള്ളമില്ല. അപ്പോൾ അവളെന്ത് ചെയ്യും? അവൾ കൊണ്ടുവന്ന ശേഷം ഉടമ്പടി ഉപ്പെടുത്ത്, നമുക്ക് ഉടമ്പടി ഒരു ജീവിതമാണല്ലോ. ഉടമ്പടി ഇരിക്കുന്നവർക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആദ്യം ഒറ്റ ശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ്, ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല. ഉടമ്പടി ബുക്ക് എഴുതണ ഒരു 72 മണിക്കൂറുണ്ട്, 75 പേജ് 72 മണിക്കൂർ കൊണ്ട് എഴുതണതാണ്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം. അതും തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി. അയാളെന്നെ വിളിച്ച്, അച്ഛാ ഞാൻ തേൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. രതീഷാണ് അന്ന് തേൻ നിറക്കണം ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേലുമാക്ക്. തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്യില്ല, അത് കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് നീ കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞ്. തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കണമെന്ന്. തേൻ ബൈബിളിലുള്ളതല്ല, അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ്. ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം. ആ 75 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത്. ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൽ ബുദ്ധിപരമായിട്ട് ഓരോ സംഭവങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഇവിടെ കമ്മിറ്റി കൂടി സെനറ്റ് കൂടി തീരുമാനിക്കണമല്ല സംഭവം. ഇവിടെ കോൺഫറൻസ് കൂടിയിട്ട് തീരുമാനിക്കണമല്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ല. ഒറ്റയടിക്ക് വന്ന വെളിപാടുകളാണ്. ആ വെളിപാടുകൾ ഒന്നിൻ്റെ അകത്ത് ബൈബിൾ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയത് തല്ലാണ് കിട്ടിയിരിക്കണം ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ പ്രശ്നത്തിന് അതിൻ്റെ കാരണങ്ങളുണ്ട്, അയാളെ തല്ലാനുള്ള കാരണങ്ങൾ.
അയാളുടെ തേൻ കച്ചവടം പുറത്ത് നടക്കണുണ്ടായിരുന്നു. അതാണ് സംഭവം. അതിന് പൂട്ടുവീഴുന്ന വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ കാണിച്ചതാണ്. പക്ഷെ നമ്മൾക്ക് വിവേചനമുള്ളത് കൊണ്ടൊക്കെ മനസ്സിലായി അതല്ല പ്രശ്നം. കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയണത് കർത്താവ്. ഇതിനൊരു വിവേചനമാണ്. അവൻ്റെ കടത്തേക്ക് കയറി അവനെതിരെ കൊണ്ടുപോയി ഹലാളകണല്ല പ്രശ്നം. ആ പാഠത്തിൻ്റെ അകത്തൊരു പാഠമുണ്ട്. അതറിയണമെങ്കിൽ ഒരു ജ്ഞാനവരം വേണം. ഉടമ്പടി നിശബ്ദതയുടെ പ്രാർത്ഥനയാണ്. ഉണ്ടായിട്ടുള്ളതിന് അവൻ മൂലമാണ്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടുന്നത്. Take the word of God. യോഹന്നാൻ 1:3. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി. പറഞ്ഞ സമസ്തവും സമസ്തവും അവനിലൂടെ ഉണ്ടായി. അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. ഇത് വിവേചിച്ച് മനസ്സിലാക്കണം. ഇത് വിവേചിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയണത്, ഒരു ലോകത്താന്മാരായി പോകും. എല്ലാം മാനുഷികമായിട്ട് എടുക്കും, എന്നിട്ട് മുറിവേക്കും, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറും. അപ്പം ജഡിക അരൂപിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജഡാരൂപിയാണ്. ഒരു മനുഷ്യന് 3 അരൂപിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ. ഒന്ന് ജഡാരൂപി, ഒന്ന് ലോകാരൂപി, ഒന്ന് ദൈവാരൂപി. നമ്മളിതിൻ്റെ ഈ പ്രൊപ്പോർഷൻ ഉണ്ട് ഇതിനകത്ത് ജഡിക മനുഷ്യൻ എന്ന് പറയും, ബൈബിൾ പറയും. അപ്പം അവന് 10% ജഡാരൂപി ആയിരിക്കും. അപ്പം ജഡിക മനുഷ്യന് വെളിപാടുകൾ പോഷത്വമാണെന്ന് പറയുന്നുണ്ട് ബൈബിള്. ജഡിക മനുഷ്യന് ദൈവികമായ കാര്യങ്ങൾ പോഷത്വമാണ്. അപ്പം അവനോട് കർത്താവ് പറയും, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ കൊണ്ട് വെതറിയിട്ട് കാര്യമില്ലെന്ന് പറയും. അതാണ് കർത്താവ്. ജഡിക മനുഷ്യൻ എല്ലാം നിങ്ങളിപ്പോൾ സംഭവിച്ചു ഉടമ്പടി ഇങ്ങനെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും പെട്ടെന്ന്. പക്ഷെ ജഡിക മനുഷ്യൻ നീ കൈവിട്ട് കളയരുത്. ഈ ജഡിക മനുഷ്യൻ്റെ എവിടെയെങ്കിലും ഒരു കനൽ കാണും. അവന് നീ എപ്പോഴും ഇങ്ങനെ ആത്മഭാരത്തോടെ പിന്തുടരണം. അതിൻ്റെ ഭർത്താവായിരിക്കാം, ഇപ്പം നിന്നെ അംഗീകരിക്കണില്ല, അത് നിന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മരുമകളായിരിക്കാം. അവൾ നിന്നെ എതിർക്കുന്നുണ്ട് ഉടമ്പെടുക്കുന്നതിൽ. കാരണം എന്താ കഴിഞ്ഞാൽ അവളെ നാത്തുവിനോട് അവൾക്ക് ഭയങ്കര വെറുപ്പാണ്. നാത്തിനുള്ള വെറുപ്പ് അവളെടുക്കുന്ന ഉടമ്പടിയോടും കൂടി കൊടുക്കും. എല്ലാ കാര്യങ്ങൾക്കും ഇത് അട്രിബ്യൂട്ട് ചെയ്യും. ആ വെറുപ്പ് അട്രിബ്യൂട്ട് ചെയ്യും, വെറുപ്പ് ചെയ്യും ഇങ്ങനെ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നീ ഫോളോ ചെയ്യണം. ഈ പിന്നെയും നമ്മൾ ഫോളോ ചെയ്യണം. പത്രോസും യൂദാസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന്, കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ കെട്ടിത്തൂങ്ങിയവനാണ് യൂദാസ്. കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ പിന്നെ ഫോളോ ചെയ്ത ആളാണ് പത്രോസ്. രണ്ടിൻ്റെയും കണ്ട, 2 ശിഷ്യന്മാരാണ്. രണ്ടിൻ്റെയും കയ്യിൽ നിന്ന് വിട്ടുപോയി. ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവുമായിട്ടുള്ള ശിഷ്യത്വത്തിൻ്റെ യാത്രയിൽ ചിലപ്പോൾ സമയത്ത് ഈ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും യൂദാസ് ഉടനെ നിരാശപ്പെട്ട് കെട്ടിത്തൂങ്ങും. തിരിച്ചു വരവ് സാധ്യമല്ലെന്ന് മനസ്സിലാകും. കാര്യം അവനുള്ളിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ലെങ്കിൽ നീ തിരിച്ചു വരാൻ പാടായിരിക്കും. അതിനെക്കുറിച്ച് കർത്താവ് പറയണത് പാഴ് ജന്മമായി പോയത്. ദൈവസ്നേഹം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്താ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞത് അല്ലേ? യുദാസിനെക്കുറിച്ച് കർത്താവിൻ്റെ റിപ്പോർട്ട് എന്താ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഞാനത് പാഴ് ജന്മമായി പോയി. ദൈവസ്നേഹമുള്ള പത്രോസ് എന്ത് പറ്റിയാണ്? പുള്ളിക്കാരൻ തള്ളി പറഞ്ഞതാണ് അല്ലേ? തള്ളി പറഞ്ഞിട്ടും പിന്നെയും പുള്ളി കർത്താവിനെ അകലെ നിന്ന് അകലെ നിന്ന് അനുഗമിച്ചു. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 22:54. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതായത് ഇങ്ങനെയെല്ലാം സംഭവിച്ചു. പത്രോസിനെ ഡിസോൺ ചെയ്തതാണ് ക്രിസ്തു തന്നെ. ബൈ പേഴ്സൺ നമ്മൾ ഡിസോൺ ചെയ്യുന്ന സമയമുണ്ട്. ബൈബിളിലുള്ളതാണ്, ആധ്യാത്മികതയിലുള്ളതാണ്. നിങ്ങളുടെ ഉടമ്പടി തന്നെ, നിങ്ങൾ എത്ര കർക്കശമായിട്ട് ഉടമ്പടി ചെയ്താലും ദൈവം പിന്നെ നിങ്ങളെ ഡിസോൺ ചെയ്യും. അപ്പോൾ ഈ ആധ്യാത്മിക അകത്തുള്ള പാക്കേജിനെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കാലനായിട്ട് മാറും. കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളൊക്കെ കാലനായിട്ട് മാറും. കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് 10 ദിവസം ആളൂരി വെട്ടിയത്.
അല്ലാതെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും അവൻ്റെ പെണ്ണുമ്പിള്ളനെ രക്ഷിക്കാനും മക്കളെ രക്ഷിക്കാനും അല്ല. കർത്താവ് രക്ഷിക്കാനാണ് വാളൂരി വെട്ടിയത്. പക്ഷേ ആ ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് കർത്താവ് എന്താ പറഞ്ഞത്? നിൻ്റെ വാള് ഉറയിലിടുക. അതാ സംഭവം. എന്നെ നീ വാളെടുത്തൊന്നും രക്ഷിക്കേണ്ട കാര്യമില്ല. ഡിസോൺ ചെയ്ത് വാള് കർത്താവിന് വന്നിരിക്കുന്ന പ്രശ്നം വെച്ചാൽ ആ ഒറ്റ വർത്തമാനത്തിൽ 100-200 പേര് വടിവാളം കൊണ്ട് നിൽക്കുകയല്ലേ. പന്തങ്ങളും വിളക്കുകളും കുന്തങ്ങളുമായിട്ട് അവർ വന്നിരിക്കണ എല്ലാ കക്ഷിയില്ല. ആ മുമ്പിലാണ് നിന്നുകൊണ്ടാണ് വാള് ഉറയിടാൻ പറയുമ്പോൾ പത്രോസ് നിരായുധനായി പോകും. നിൻ്റെ ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ ക്ഷമ, ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ സഹനം നിന്നെ ഭൗതികമായിട്ട് നിരായുധീകരനാക്കും. നിൻ്റെ പണം എന്ത് ഉടമ്പടി എടുത്ത് എന്ത് പറ്റി? കുറേ പൈസ നഷ്ടപ്പെട്ടു. ഉടമ്പടി എടുത്ത് എന്ത് പറ്റി? കുറേ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടു. ഉടമ്പടി എടുത്തിട്ട് എന്ത് പറ്റി? കുറേ കാര്യങ്ങൾ പഴയ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു വില ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വിലയില്ല. അവിടെ ഒരു ഭക്തി ജീവിയാണ്. ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടത്തില്ല. പിന്നെ എന്നാ പ്രശ്നം? മുമ്പത്തെക്കാളും നമ്മുടെ സ്റ്റാറ്റസ് പോയി. ലോ സ്റ്റാറ്റസിങ് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപിതമായ പ്രയോഗ വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിൽ ഒരു സെക്കൻഡ് പൗരനായിട്ട് മാറും കുടുംബത്തിൽ. പണ്ട് നമ്മുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ കാപ്പി എടുത്താലും കുടിക്കത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ പോലും കുടി. നമ്മളിൽ അവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നമുക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് 4 മണിക്ക് കാപ്പിയാണ്. നമ്മൾ ആരെടുത്ത് കുടിക്കത്തില്ല. എന്താ കാര്യം? നമ്മുടെ സ്വഭാവം അറിയാം. അടി മോന്തക്കിട്ട് പാർസൽ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ആ രാജ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ കാപ്പി അവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ അറിയാം, അമ്മ ആൻറ്റി ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവനെടുത്ത് കുടിക്കും. നന്നായിട്ടുണ്ട്. നമ്മളവിടെ വാക്കിന് നമ്മുടെ സാന്നിധ്യത്തെ പോലും നമുക്ക് വിലയില്ലാതായി മാറും. ആരെപ്രതിയാണ് നീ ഇങ്ങനെ വിലയില്ലാണ്ടായത്? നമ്മളെല്ലാവരെയും പ്രതി വിലയില്ലാണ്ടായവൻ്റെ നാമത്തിലാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഒരു മാനുഷികമായ ശക്തിയുണ്ട്, മാനുഷികമായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഉടമ്പടിയിൽ ഇതാണ് നമ്മൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നത്. കർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റില്ലേ അവർ? ആ സ്റ്റാറ്റസ് അവർ ചേഞ്ച് ചെയ്യണമാണ്. കർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ അവർ ഉരിഞ്ഞു മാറ്റിയായിരുന്നു. അർത്ഥം ഇവൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യും. ഒരു പിതാവുമില്ല, ഒരു മാതാവുമില്ല, ആരുമില്ല. ഒറ്റക്ക് തല്ല്, തുണക്കെട്ടി ഒറ്റക്ക് തല്ലുകൊള്ളുന്ന യേശു ഒരു പവറാകണമെന്ന് പറഞ്ഞ് തല്ലുകൊള്ളുന്ന യേശു, കെട്ടി യേശു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾക്ക് കൈകെട്ടി യേശുവല്ലേ, നമ്മളാ കൈകെട്ടിയിരിക്കണം. പിന്നെ യേശുവിനെ കാണുമ്പോൾ അതായത് മനുഷ്യൻ്റെ പവറിൽ നിന്ന് മാറിയിട്ട് ഡിവൈൻ പവർ സ്വീകരിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നുണ്ട്. ഉടമ്പടിയിൽ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. ഉടമ്പടിയുടെ പ്രയോഗത്തിൽ നിനക്ക് സ്റ്റാറ്റസ് ലോ ചെയ്യേണ്ടി വരും. നിൻ്റെ ഉടുപ്പുകൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നു. എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പ് നീ ചെറുതാകുന്നു, കൊച്ചാകുന്നു. നിനക്ക് പണ്ടുണ്ടായിരുന്ന വിലയില്ലാണ്ടാകുന്നു. ഈ വിലയില്ലാണ്ടാകണത് ഒരു കൃപയുടെയും മഹത്വത്തിൻ്റെയൊക്കെ വഴികളിലൂടെയുള്ള ഈ മാനുഷികമായിട്ടുള്ള കുറേ സ്റ്റാറ്റസുകൾ. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കും. പ്രകൃത്യാ ഉള്ള കാര്യങ്ങളൊക്കെ കുറപ്പം ചേഞ്ച് ചെയ്ത് വരും. പ്രകൃത്യാ ഫിലിപ്പീൻസ് 2:7. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നിന്റെ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ക്രിസ്തു എങ്ങനെയാണ് മഹത്വം പ്രാപിച്ചത്? അതേ പ്രോസസ് ആൻഡ് ഫോർമുലയാണ് ഉടമ്പടി ലോ സ്റ്റാറ്റസിന് വരണത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് മെയ്യനങ്ങാതെ ഉടമ്പടി ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഉടമ്പടി സത്യത്തിൻ്റെ പ്രാർത്ഥനയാണ്, സത്യത്തിൻ്റെ ജീവിതമാണത്. അതിങ്ങനെ ലോ സ്റ്റാറ്റസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാനൊരു ഹിന്ദുവാണ്.
പക്ഷേ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ഒരു മാതാവിനോടുള്ള ഭക്തിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. എൻ്റെ വെല്ലുമിശയൊക്കെ ചെറിയ കാലം തൊട്ടേ 8 നോയമ്പ് എടുക്കുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പം ഞങ്ങൾ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ വീടിനടുത്തൊരു കുരിശടിയുണ്ട്, അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ക്രിസ്ത്യൻ കുട്ടികളുടെ കൂടെ കൂടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ആ സമയം ഒരു സീനിയർ ചേച്ചി റൂം വെക്കേറ്റ് ചെയ്തപ്പോൾ ഒരു ബൈബിളും കൊന്തയും അവിടെ ഇട്ടിട്ട് പോയി, ഒരു നിത്യസഹായ മാതാവിൻ്റെ നൊവേനയും. അത് ഞാൻ എടുത്തിട്ട് അന്ന് തൊട്ട് ബൈബിൾ വായിക്കാനും പ്രാർത്ഥനാ മഞ്ചരി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ വിശ്വാസങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. ഈ ഒരു വിശ്വാസവും സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ 2019 ഒരു വലിയൊരു ക്രൈസിസ് വന്നപ്പം അതിന് കുറച്ച് നാൾ മുമ്പായിട്ട് ഞാനിങ്ങനെ കൃപാസനത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കേട്ടത് വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ എന്നോട് കൃപാസനത്തിനെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കിത് കേൾക്കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനിനി എന്ത് ചെയ്യണം എന്നോർത്തപ്പോൾ ആ വ്യക്തിയെ തന്നെ ഞാൻ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ ഒന്ന് കാല് കുത്തിയാൽ മതി, നിൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് ഞാൻ പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ധ്യാനം കൂടണം എവിടെയെങ്കിലും. അപ്പോൾ ആകെ അറിയാവുന്നത് ആലപ്പുഴ IMS മാത്രം. അപ്പോൾ ആലപ്പുഴയിൽ എവിടെയൊക്കെയാണ് ഈ ധ്യാനം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കൃപാസനത്തിൻ്റെ വെബ്സൈറ്റ് കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് പ്രെയർ ഡൗൺലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ പ്രെയർ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയെല്ലാം അന്നേരം തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി റൂമിൽ പോയി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് രാത്രിയായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഫോണിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ നിയോഗം സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയപ്പോൾ എനിക്ക് കണ്ണുനീര് തുടച്ച് ഞാനിങ്ങനെ ആകാശത്തോടെ നോക്കിയപ്പോൾ നമ്മുടെ കൃപാസന മാതാവിൻ്റെ കഴുത്ത് വരെയുള്ള ആ ഒരു രൂപം വലിയ വട്ടത്തിൽ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നത്തിൽ എന്തായാലും മാതാവ് ഇടപെടുമെന്നുള്ളത്. പിന്നീട് എങ്ങനെയെങ്കിലും ഈ കൃപാസനത്തിലൊന്ന് വന്നാൽ മതിയെന്നായി. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. 21 പ്രാവശ്യം, അത് ഓരോ പ്രാവശ്യം 7 സ്വർഗ്ഗസ്നായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അങ്ങനെ 21 പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും കുറേ ജപമാലകളും ഞാൻ ഈ ഒരു നിയോഗത്തിന് വേണ്ടി, കൃപാസനത്തിൽ എത്തിപ്പെടാനുള്ള ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ആ സമയമൊന്നും അക്രൈസ്തവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിയോഗം സമർപ്പിച്ച് അന്നൊക്കെ അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാവുന്ന സമയമായിരുന്നു. അമ്മയെ തൊട്ട് പ്രാർത്ഥിച്ച് ഒരുപാട് സങ്കടത്തോടെ പ്രാർത്ഥിച്ച് വെളിയിലിറങ്ങുകയും എനിക്ക് ഓരോ അടയാളങ്ങൾ കിട്ടാൻ തുടങ്ങി. അമ്മ ഈ കാര്യത്തിൽ ഇടപെടുമെന്നൊരു വിശ്വാസം എനിക്ക് വന്നു തുടങ്ങി. അന്ന് എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിച്ചാണ്. പിന്നീട് ഡിസംബറിൽ ആദ്യത്തെ ധ്യാനം കൂടാൻ വേണ്ടി ഞാനിവിടെ വന്നു. അന്നുണ്ടായിരുന്ന ഒരു അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും പല വ്യക്തികളും ഉണ്ടാവും, പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് നിങ്ങൾ കാണുമെന്ന്. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞ് അവരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ആ ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാത്രിയിൽ കിടന്നുറങ്ങി വെളുപ്പിന് 3 മണിയായപ്പം ഞാൻ കർണക്കൊന്ത ചൊല്ലാൻ വേണ്ടി എഴുന്നേറ്റ് കർണക്കൊന്ത ചൊല്ലി. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വല്ലാതെ മാനസികാവസ്ഥയായിട്ട് എനിക്ക് ഉറക്കം ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും മാതാവിനോട് പറയും, അമ്മ എൻ്റെ കൂടെ കിടക്കണം, അമ്മ എൻ്റെ കൂടെ കിടന്ന് എന്നെ ഉറക്കണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കർണക്കൊന്ത ചൊല്ലി തീർന്ന് ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഒരു വെള്ളി കുരിശ് വന്ന് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അതിൽ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ എൻ്റെ കാലയിൽ കൂടെ കയറി അതെൻ്റെ തല വരെ ഇങ്ങനെ വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനോർത്ത് എന്താ എന്നെ ഇങ്ങനെ ദേഹം മുഴുവൻ വൈബ്രേറ്റ് ചെയ്യുന്നേ എന്നോർത്ത് ഞാൻ പതിയോ ഇടത് വശത്തോട്ട് ചരിഞ്ഞ് കിടന്നപ്പോൾ ആരോ എൻ്റെ അടുത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പേടിച്ചു വലത് വശത്തോട്ട് ചരിഞ്ഞ് കിടന്നപ്പം മാതാവിൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മാതാവേ എന്ന് വിളിച്ച് മുഖത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഇത് മാതാവ് തന്നെയാണോ, എൻ്റെ തോന്നലാണോ എന്നൊക്കെ ഞാൻ വീണ്ടും തല പുറകോട്ട് മാറ്റിയിട്ട് വീണ്ടും നോക്കിയപ്പോൾ അത് മാതാവ് തന്നെ. അപ്പോൾ ഞാൻ വീണ്ടും മാതാവേ എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുത്തു. പിന്നെ ഞാൻ അമ്മയെ നോക്കിയിട്ട് കണ്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് കുമ്പസാരത്തിനുള്ള പ്രാർത്ഥനകളെല്ലാം, ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ലെങ്കിലും അതിനുള്ള പ്രാർത്ഥനകളും ബൈബിൾ വചനങ്ങളും എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു ദിവസം വൈകുന്നേരം ഡിസംബർ സമയത്ത് തൊട്ട് ഞാൻ മുടങ്ങാട് കുർബാന കാണാൻ വേണ്ടി പള്ളിയിൽ പോകുമായിരുന്നു. അമലോത്സവ മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് മുതൽ. അപ്പം ജനുവരിയിൽ ഞാൻ വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയുടെ അടുത്ത് ചെന്ന് പള്ളിയിൽ ചെന്ന് ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അന്ന് കിട്ടിയ വചനം ഇതാണ്:
പൊയ്ക്കോളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. എന്നോട് കർത്താവ് സംസാരിച്ച ആദ്യത്തെ ദിവസം വരുന്നത്. അതിനുശേഷം അക്രൈസ്തവർക്ക് ഉടമ്പടി തുടങ്ങി. ആ സമയം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛനെ തൈക്കാട്ടുശ്ശേരി പോയി കണ്ടു. അച്ഛൻ്റെ പ്രാർത്ഥന മേടിച്ചു. അതിനുശേഷം വീണ്ടും പിറ്റേ മാസം വന്ന് ധ്യാനം കൂടി. അത് കഴിഞ്ഞു കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആയി. ശരിക്കും എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരുന്നത്. ഇനി ഈ കൃപാസനത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ധ്യാനം പോലും എനിക്ക് കാണാൻ ബാക്കിയില്ല. അതുപോലെ ആ ഒരു സമയം ഞാൻ അതിനുവേണ്ടി മാത്രം വിനിയോഗിച്ച് പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു ജീവിതത്തിൽ. പ്രാർത്ഥന, ധ്യാനം കൂടുക, സാക്ഷ്യം കാണുക, അത് മാത്രമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എന്നിട്ട് എൻ്റെ കാര്യം ഒന്നും ശരിയാകുന്നില്ലല്ലോ എന്നുള്ളത്. ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല, ലോക്ക്ഡൗൺ ആണ്, ഇവിടെ എല്ലാം അടച്ചിട്ടേക്കാണ്. അപ്പം അങ്ങനെ ഇരിക്കെ മെയ് മാസത്തിൽ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ ഒരു ആരാധനാ സന്ദേശം പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ടും എൻ്റെ കാര്യം ഒന്നും ശരിയാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് വഴി കാണിച്ചു കൊടുക്കുന്നെന്ന്. അത് ഞാനായിരുന്നു. എനിക്ക് 12 വർഷമായിട്ട് PCOD, 4 വർഷമായിട്ട് ഫൈബ്രോയിഡും ഉണ്ടായിരുന്നു. എനിക്കൊരു 18 വയസ്സായപ്പം തൊട്ട് എനിക്ക് പീരീഡ്സ് എപ്പോഴും ഇറഗുലറാണ്. ഒരു 45-50 ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് വരിക. പക്ഷേ ആ ഡേറ്റ് കഴിഞ്ഞ് അന്നേരം തുടങ്ങി എനിക്ക് വയറുവേദന. അത് ഈ വയറുവേദന വരുന്നത് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ. ഒന്നുകിൽ ഡ്യൂട്ടിയിൽ ഇറങ്ങിക്കുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം വെച്ച് ചൂട് പിടിക്കുക. അത് മാത്രമല്ല, ഞാൻ ഈ ഫ്ലാസ്കിൻ്റെ അത് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടായിരുന്നു കിടക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരുപാട് മരുന്നുകൾ കഴിച്ചു, അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ എന്ന് കൃപാസനത്തിൽ വന്നു, അന്ന് എൻ്റെ കയ്യിൽ ഒരു 800 രൂപയുടെ ഒരു മരുന്നുണ്ടായിരുന്നു, ഒരു മാസത്തേക്കുള്ള. ആ മരുന്ന് എടുത്ത് ഞാൻ വേസ്റ്റ് ബിന്നിലിട്ടു. എന്നിട്ട് ഞാൻ അന്ന് തൊട്ട് ഈ നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലവും മാത്രം ഉപയോഗിക്കുന്നുള്ളായിരുന്നു. അതോടെ എൻ്റെ പീരീഡ്സ് റെഗുലർ ആകാൻ തുടങ്ങി. അച്ഛൻ ആരാധന സന്ദേശം പറഞ്ഞൊരു വ്യക്തിക്ക് വഴി കാണിക്കുന്നു എന്നായിരുന്നു. ആ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയി. അന്നേരം എനിക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു, എൻ്റെ ഫൈബ്രോയിഡ്. അപ്പം ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ഫൈബ്രോയിഡ് ഒരു 5 സെൻറ്റിമീറ്റർ കൂടുതലായിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി നടക്കില്ല, സിസേറിയൻ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫൈബ്രോയിഡ് ഒരു 3 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞിൻ്റെ സ്കാനിങ്ങിലും കുഞ്ഞിൻ്റെ നേസൽ ബോൺ ചെറുതാണ്, അവന് ഒരു കിഡ്നി കുറച്ച് വലുതായിരുന്നു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ പ്രഗ്നൻസിയിൽ എൻ്റെ 4-ാം മാസത്തിൽ ഞാൻ വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എൻ്റെ കയ്യിലൊരു കുഞ്ഞു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവിൻ്റെ കയ്യിൽ, ഇടത്തെ കയ്യിൽ ഒരു ആൺകുഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു ആ ഫോട്ടോയിൽ. അപ്പോൾ ഞാൻ എന്നെ അറിയാവുന്ന എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ആൺകുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞിൻ്റെ രൂപം ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി, എനിക്ക് എന്തായാലും ആൺകുഞ്ഞാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഒരു ഡെലിവറി ടൈം ഡേറ്റ് പറഞ്ഞിരുന്നത് മാർച്ച് 5ആണ്. അപ്പോൾ പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഫെബ്രുവരി 26-ന് ഡെലിവറി നടന്നിരുന്നത് നല്ലതായിരുന്നു, എനിക്കതായിരുന്നു, അത് മതിയെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ മുന്നോട്ട് പോയി. മാസങ്ങൾ കഴിയും തോറും എൻ്റെ ഫൈബ്രോയിഡ് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഇത് ഫൈബ്രോയിഡ് വലുതായാൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് സിസേറിയനാണ്. അപ്പോൾ ആ സമയം നമുക്കിവിടെ ഗൂഗിൾ മീറ്റ് വഴി അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം മറ്റൊരു പെൺകുട്ടി അതിന് ഇതുപോലെ പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓൺലൈനിലുള്ള എല്ലാവരും, ഈ ഒരു അവസ്ഥയിലുള്ള എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്നും നേർച്ച വസ്തുക്കൾ കഴിക്കുമായിരുന്നു, കാശ്രൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡെലിവറി സമയമായി. ലാസ്റ്റ് സ്കാനിങ്ങിൽ എനിക്ക് ഫൈബ്രോയിഡ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഫെബ്രുവരി 26-ാം തീയതി തന്നെ എൻ്റെ ഡെലിവറിക്ക് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരിൽ ഫസ്റ്റ് ഡെലിവറി ഉള്ള 2 പേര്, പിന്നെ സെക്കൻഡ് ഡെലിവറി, തേർഡ് ഡെലിവറി ഉള്ള അങ്ങനെ 2 പേര്. പക്ഷേ ഞാൻ മരുന്ന് ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആ സമയം ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി. കൃത്യം 4 കൊന്തയായപ്പോഴത്തേന് എൻ്റെ വയറ്റിൽ എന്തോ കുത്തി പൊടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അമ്നിയോട്ടിക് മെമ്മറി റപ്ചർ ആയതായിരുന്നു. പക്ഷേ എൻ്റെ അത്രയും പ്രോഗ്രസ് സെക്കൻഡ് ഡെലിവറിക്കും തേർഡ് ഡെലിവറി ഉള്ള കുട്ടികൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെങ്ങനെ സൗമ്യക്കാതെ ഡെലിവറി നടക്കും? ഒരിക്കലും നടക്കില്ല. പക്ഷേ എൻ്റെ പ്രോഗ്രസ് കണ്ടിട്ട് അവർക്ക് എന്നെ ലേബർ റൂമിലോട്ട് മാറ്റാതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവർ ഇങ്ങനെ സംശയത്തോടെ നോക്കുക. അപ്പം സെക്കൻഡ് ഡെലിവറി ഉള്ളവർക്കും തേർഡ് ഡെലിവറി ഉള്ളവർക്കും ഒക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ടാണ് റപ്ചർ ചെയ്തത്. അതിനുശേഷം എൻ്റെ പ്രോഗ്രസ് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ തല പുറത്തോട്ട്, കുഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ തല പുറത്തോട്ട് വരാതെ കുഞ്ഞിൻ്റെ തലയൊക്കെ ഇങ്ങനെ നീര് വെച്ച് ക്യാപ്പിട്ടായിട്ടിരിക്കുമായിരുന്നു. അപ്പം ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് പുറത്തോട്ട് വരാൻ പാടാണ്, ചിലപ്പോൾ സിസേറിയൻ ആകാൻ ചാൻസ് ഉണ്ട്, ഇച്ചിരി സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ട് സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞു.
ആ സമയം എൻ്റെ വയറ്റത്താരോ ശക്തമായിട്ട് തിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു, അമ്മേ എലിസബത്തിൻ്റെ ഗർഭകാലത്ത് അമ്മയാണ് നോക്കിയത്, അപ്പോൾ എന്നെ എൻ്റെ കുഞ്ഞിനെ അമ്മ തന്നെ നോക്കണമെന്ന് പറയായിരുന്നു. അങ്ങനെ ആരോ എൻ്റെ വയറ്റത്ത് ശക്തമായിട്ട് തിരിച്ചു. 5 മിനിറ്റിനുള്ളിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൺകുഞ്ഞാണ്. അപ്പോൾ എനിക്ക് അമ്മ കാണിച്ചു തന്ന പോലെ തന്നെ ആൺകുഞ്ഞ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നപ്പം അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന അതേ കുഞ്ഞിനെ തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ സിസ്റ്റർ കൊണ്ട് തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ കുഞ്ഞിനെ തന്നെയാണല്ലോ അമ്മ എന്നെ നേരത്തെ കാണിച്ചതെന്ന്. പിന്നീട് 1 മാസം കഴിഞ്ഞു, കുഞ്ഞിൻ്റെ വീണ്ടും സ്കാനിങ് ഉണ്ടായിരുന്നു, കിഡ്നിയുടെ സൈസ് നോക്കാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞിനെ ആ സമയമെല്ലാം ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. സ്കാനിങ്ങിന് വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ബർത്ത് ഡിഫക്റ്റും ഇല്ല, 2 കിഡ്നീസും നോർമലാണെന്നുള്ള റിപ്പോർട്ട് വന്നു. പിന്നീട് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയം അച്ഛൻ ഇവിടെ നടക്കാൻ പ്രായമായിട്ടും നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ എൻ്റെ കുഞ്ഞ് നടന്നു. ഇത്രയുമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ മരിയൻ ദൈവാനുഭവങ്ങൾ. ഇതിലും ഒരുപാട് അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലൊക്കെ നടന്ന് ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. ഇപ്പോഴും കൊടുക്കാവുന്ന അത്രയും പത്രം ഞാനും കുഞ്ഞാണ് കൂടുതൽ ഇപ്പം കൊണ്ടു നടന്ന് കൊടുക്കുന്നത്. പിന്നെ ഞാനിപ്പം ജോലി ചെയ്യുന്നില്ല എങ്കിലും എൻ്റെ കയ്യിലെ പൈസ വെച്ചിട്ട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ എന്നെക്കൊണ്ട് കഴിയാവുന്നത് പോലെ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത്. നേരത്തെ ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ സമയം കളയുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല. ഏത് സമയം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും, കുഞ്ഞുറങ്ങിക്കിടക്കുന്ന സമയത്തും കൂടുതൽ പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും കഴിയുന്നുണ്ട്. പണ്ട് നിയോഗങ്ങളെക്കുറിച്ച് ഓർത്തായിരുന്നു ഞാൻ എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായി. ഈ ഒരു സമയം എനിക്ക് എൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് ഓർത്ത് വലിയ വേവലാതിയൊന്നുമില്ല. എനിക്കറിയാം ഈ സഹനങ്ങളെല്ലാം കർത്താവ് തരുന്നതാണെങ്കിൽ എനിക്കത് സങ്കടമില്ല. അപ്പം ഞാൻ എപ്പോഴും ഈശോയോട് പറയും, ഈശോയെ ഈ സഹനങ്ങളിലൊക്കെ നീ എൻ്റെ കൂടെ നിന്നാൽ മതി, എനിക്കിതൊന്ന് പിടിച്ചു നിൽക്കാനുള്ള കൃപ മാത്രം തന്നാൽ മതി. ഈ സഹനങ്ങളൊക്കെ എത്ര വേണമെങ്കിലും നീ ലോകത്ത് വന്ന് എനിക്ക് ഒരു സങ്കടമില്ല, പക്ഷേ മരണശേഷം നിന്നോട് കൂടെ ആയിരിക്കാൻ നീ എന്നെ അനുവദിക്കണമേ കർത്താവേ എന്ന് പറയും. എൻ്റെ ഉടമ്പടിയിലെ എൻ്റെ 5 വർഷമാകുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ബോധ്യം അതാണ്. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിത്യത തന്നെയാണ്. പുറപ്പാട് 33:19 എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. തുടർന്ന് മോശ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ ഈ ജനത അങ്ങയുടെ സ്വന്തമാണെന്ന് അങ്ങ് ഓർമ്മിക്കണമേ എന്ന്. ഈ സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ജീവിതത്തിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊക്കെ അറിയാം നമുക്ക് ആരൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം നമ്മോട് അടുത്ത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ സ്വന്തം എന്ന് നാം ആരെയൊക്കെയാണ് സംബോധന ചെയ്യുക. ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തമാകുകയാണ് ഉടമ്പടി വഴി ഒരു വ്യക്തി. അതായത് എല്ലാ കാര്യത്തിനും ഉടമ്പടി എന്നുള്ളതാണ്. ഉടമ്പടി എന്തും ആഗ്രഹിക്കാം, അതിന് ഇന്ന കാര്യമെന്നില്ല, ഇത് മാത്രമേ ചോദിക്കാവൂ, ഇത് മാത്രമേ പറയാവൂ, ഇങ്ങനെയൊന്നുമില്ല. ഉടമ്പടി നമ്മെ മൊത്തം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും തൊടുന്നതാണ് ഉടമ്പടി. അപ്പോൾ ഇവിടെ സൗമ്യ എന്ന ഈ മകള് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നത് ഇതൊന്നുമല്ല, ജീവിതത്തിൽ നാം ചോദിക്കുന്ന കുറേ കാര്യങ്ങളോ നമുക്ക് ലഭിക്കുന്ന കുറച്ച് ബ്ലെസ്സിങ്സോ അത് മാത്രമല്ല, അല്ലെങ്കിൽ അതൊന്നുമല്ല, നിത്യത, ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം. ഇതൊക്കെ പറയുന്നത് താൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു എന്നൊക്കെ ഈ മകൾ നമ്മോട് സാക്ഷ്യം പങ്കുവെച്ചപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് ഈശോയുമായിട്ടുള്ളൊരു ബന്ധം തന്നെ ഈ മകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈശോയും അമ്മയുമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നതിന് താല്പര്യം ഒട്ടുമില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ ഒത്തിരി നമുക്ക് യൂട്യൂബിലുണ്ട്. എന്നാൽ അമ്മ ഈശോയോട് ഇഷ്ടമുള്ളവരെ അമ്മ ഇവിടെ കൊണ്ടുവരും. തൻ്റെ തിരുക്കുമാരനെ ആരാധിക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ അമ്മ അവരെ ഇങ്ങോട്ട് കൈപിടിച്ച് നടത്തുമെന്നുള്ളത് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുമില്ല, വേറെ ആരും ആശ്രയമില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ നിരാശരാകാൻ വിടില്ല. അവരെ അമ്മ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ കൂടുതൽ നമുക്ക് നിഴലിച്ച് കാണുന്നത്. അങ്ങനെ
തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, താൻ കൂടെ വരും എന്നുള്ള ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അമ്മയെ പല പ്രാവശ്യം കണ്ടു. അതായത് ഈ മകളുടെ ജീവിതത്തിൽ അമ്മയെ കൂടെ കിടക്കുന്നതായിട്ട് കണ്ടു. ഇതൊന്നും ഇവിടെ പറയുന്ന ആദ്യത്തെ അനുഭവമൊന്നുമല്ല. ഇനി ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ അത് നിങ്ങളുടെ മാത്രം ചിന്തയാണ്. അനുഭവിച്ച മക്കൾ അതൊരിക്കലും നിരസിക്കില്ല. അവരെ അതിൽ നിന്ന് മാറ്റുവാൻ ആർക്കും സാധിക്കുകയുമില്ല. ഇന്ന് കൃപാസനത്തിൽ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽപ്പെട്ടതാണ്. നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ കൂടെ തന്നെ വരും എന്നുള്ള അനുഭവങ്ങളാണ് നമുക്കിന്ന് ഈ കൃപാസനത്തിലെ ഉടമ്പടി അനുഭവങ്ങളായിട്ട് ഇവിടെ അൾത്താരയിൽ പങ്കുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് ഈ മകൾക്ക് സാന്നിധ്യമുണ്ടാവുക, അതും എത്രയോ ഹൃദ്യമായ അനുഭവങ്ങളാണ് അമ്മ ഈ മകൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ തൻ്റെ 12 വർഷമായിട്ടുള്ള തൻ്റെ രോഗസൗഖ്യം അതൊക്കെ എത്രമാത്രം സിവിയറായിരുന്നു, അതിൽ നിന്നൊന്നും തനിക്ക് മോചനമില്ല എന്നൊക്കെ ഈ മകൾ തന്നെ ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് തനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ആരോ വന്ന് സുഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരനുഭവമൊക്കെയാണ് തൻ്റെ ആ രോഗസൗഖ്യത്തിന് മുമ്പ് സൗമ്യയ്ക്കുണ്ടായതെന്നാണ് പറയുക. പിന്നീട് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിന് പ്രഗ്നൻസിയിൽ റൈറ്റ് കിഡ്നി വലുതായിരുന്നു എന്നൊക്കെയാണ് സ്കാനിങ്ങിൽ കാണുക. എന്നാൽ വീണ്ടും ഡെലിവറി കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള കിഡ്നിയാണ് കുഞ്ഞിനുള്ളത്. ഇതിനൊക്കെ ഈ മകൾ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇന്ന് അമ്മയെയും ഈശോയെയും കൊണ്ട് നടക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളാണ് കൃപാസനത്തിലൂടെ ജനിക്കുന്നത്. ഇതൊരു പുനർജന്മമാണ്. നാമൊക്കെ ജനിച്ച് നമുക്കൊക്കെ ഇന്ന് എത്രയേറെ പ്രായമായി, എന്നാൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവിടെ നാം പുനർജനിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ ജീവിതമാണ് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരു പുതിയ ജീവിത പന്ഥാവിലേക്കാണ് നാം നടന്നെടുക്കുക. ഇന്ന് ഇവിടെ ഈ മകളെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ സംസാരിക്കും അമ്മയുമായിട്ട്, ഈശോയുമായിട്ട്. ഇതിനൊക്കെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നാം എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറേണ്ട അവസരങ്ങളിൽ ഒഴിഞ്ഞു മാറിപ്പോകും. എന്നാൽ ഏറ്റവും ഹൃദ്യതയുള്ള വ്യക്തികൾ അടുത്തു വരുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി എടുക്കുന്ന സമയം, അത് ഏത് സമയവുമാകട്ടെ, ആ സമയമൊക്കെ അവർക്ക് വേണ്ടി എടുക്കുമ്പോൾ അതിനൊന്നും നമുക്ക് പരാതിയില്ല, പരിഭവമില്ല. അതാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് ഉടമ്പടിയെടുത്ത മക്കൾക്ക് സംഭവിക്കുന്നത്. സൗമ്യവും അതുതന്നെയാണ് ഇവിടെ പങ്കുവയ്ക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശോയുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ തക്ക രീതിയിൽ നമുക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം.